ഹായ്, അഭിനന്ദു ഫാമിലി വ്ളോഗിൻ്റെ ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പതിവ് പോലെ തന്നെ പറയുകയാണേ, ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് നമ്മളെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു യാത്രയിലാണ് കേട്ടോ ഇന്ന്. അപ്പോൾ വീടിൻ്റെ അടുത്ത് വരെ ഉള്ള ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ നിന്നുള്ള വിശേഷങ്ങളായിട്ട് തന്നെ ഇന്നത്തെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. രാവിലെ എണീച്ചിട്ട് ചോറിനൊക്കെയുള്ള വെള്ളം കത്തിക്കുകയാണ് കേട്ടോ. വെള്ളത്തിന് വേണ്ടിയിട്ട് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കുകയാണ്, വെള്ളം വെച്ച് കത്തിക്കണം. അപ്പോൾ വെള്ളമൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിന് കേട്ടോ. അപ്പോൾ തീ നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് വെള്ളം വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ വേഗം ചായക്കും കുറച്ചും കൂടി വെള്ളം വെക്കണം. വനിശേട്ടനൊന്ന് ചോറൊക്കെ കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു തിരക്കാണ് കേട്ടോ. പക്ഷേ രാത്രിയിലത്തെ കുറച്ച് ചോറുണ്ട്, നല്ല വേവുള്ള അരിൻ്റെ ചോറായതുകൊണ്ട് തന്നെ കുറച്ച് ചോറ് അവിടെ മാറ്റി വെച്ച്, അപ്പോൾ ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അനീഷേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് വെള്ളം ഒഴിച്ചിടണം. നല്ല എന്താ പറയുക, റേഷൻ പീടികയിലെ അരിയല്ല കേട്ടോ, നമ്മളെ പീടികയിൽ നിന്ന് വാങ്ങിയ അരി ആയതുകൊണ്ട് തന്നെ അതവിടെ മാറ്റി വെച്ചിന്. അപ്പം ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ. അപ്പോഴേക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി കത്തിച്ച്. അപ്പോൾ ഇനി ഞാൻ ചായക്കും കൂടി ഒന്ന് വെള്ളം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് നല്ല പനിയുണ്ട് എന്ന് പറയുന്നുണ്ട്, നല്ല തലവേദനയുണ്ട്. ഒരു വട്ടം ഡോക്ടറെ കാട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും കൂടി പോവാമെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പോക്കൊക്കെയാണ്. അമ്മ എണീച്ച് വന്നപ്പം നല്ല തലവേദനയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ വെച്ച കുറച്ച് അയലക്കറി ഉണ്ട്, അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. കുറച്ച് മീനുള്ളത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് അത് ഐസായി നിൽക്കുക കേട്ടോ. അപ്പോൾ ഐസൊക്കെ ഒന്ന് പോയി കിട്ടണ വരെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിന്. അപ്പോൾ അതാവുമ്പോഴേക്കും ഈ കറി ഒന്ന് തിളച്ചിട്ടിയാൽ ഈ ഹനീഷേട്ടന് കൊണ്ടുപോകാൻ ഈ കറി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ പതിവ് പോലെ ഇന്നും ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ദോശയാകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ചും നായ്ക്കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾക്കായാലും താല്പര്യമാണ്. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് മാത്രമാണ് ഇതിനോട് വലിയൊരു താല്പര്യം ഇല്ലാത്തത്, എന്നാലും തിന്നൊക്കെ ചെയ്യും കേട്ടോ. അപ്പം അനീഷേട്ടന് പോകാനൊക്കെ സമയമായി തുടങ്ങിന്. അപ്പോൾ ഞാൻ വേഗം ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശ മുഴുവനായിട്ടൊന്നും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നണില്ല. അമ്മയ്ക്ക് നല്ല തലവേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാറ്റിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടന് കൊണ്ടുപോകാനുള്ള ദോശ മാത്രം ഉണ്ടാക്കി കൊടുത്തിട്ട് വേഗം ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി വരാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് രാവിലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചോറിനൊക്കെ ഉള്ള സംഭവമൊക്കെ വെച്ചുകൊണ്ട് തന്നെ വേഗം ചോറൊക്കെ കഴുകിയിട്ട് കൊടുത്തിന് കേട്ടോ. ഇനി അതൊന്ന് ഊറ്റിയെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ദോശ ഒന്നായി കിട്ടിയാൽ കുറച്ച് ഒന്ന് കൊണ്ടുപോകാനുള്ളതും കൂടി ഒന്നായി കിട്ടിയാൽ ദോശപ്പണി നിർത്താം. ബാക്കി നന്ദുമോളെ ഏൽപ്പിച്ച് പോകണം, ഓൾക്കൊന്നും സ്കൂളൊന്നും ഇല്ല, വൈകുന്നേരം ട്യൂഷനേ ഉള്ളൂ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഓൾ ചെയ്തോളൂ കേട്ടോ. പിന്നെ ബാക്കി വൈകുന്നേരത്തേക്കുള്ള ചോറിനും ഉച്ചയ്ക്കുള്ള ചോറിനൊക്കെ കൂടിയുള്ള വെള്ളം ഒപ്പരം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ പിന്നെ 2 വട്ടം വെക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ തീർത്തിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി ഞാനും അമ്മയും കൂടി പോവുകയാണ് കേട്ടോ. കുറച്ച് നേരത്തെയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അനീഷേട്ടൻ്റെ കൂടെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ അനീഷേട്ടനും പോകാനുള്ള സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടാളും പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ അങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ദോശപ്പണി ഞാൻ അവിടെ വെച്ച് പോകുന്നതാണ്. അതുപോലെ തന്നെ ചോറിന് വേറെ വെള്ളം വെച്ച് കൊടുത്തിട്ടൊക്കെ പോകുന്നതാണ്. നന്ദുമോളോട് കത്തിക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ദോശയൊക്കെ നന്ദുമോൾ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞേന്. അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഓൾ ചെയ്തോളൂ കേട്ടോ. ആ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നെ കുറച്ച് ദൂരെ എത്തിയപ്പം മാമൻ്റെ മോൻ്റെ വണ്ടി കിട്ടി. ഞങ്ങൾ രണ്ടാളും അതിൽ കയറി പോയി കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ എത്താനായി. ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ തന്നെ 8:15 ആയപ്പോൾ ഞങ്ങൾ എത്തി കേട്ടോ. അപ്പം അതുവരെയുള്ള നടത്താണിത്. മാമൻ്റെ മോൻ വണ്ടിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണേ ഉള്ളൂ. ഞങ്ങൾ നടന്നു വരുമ്പോൾ അപ്പോൾ പകുതി വഴിക്കിലെത്തിയപ്പോഴാട്ടോ ഞങ്ങളെ കയറ്റിയതും ഞങ്ങൾ കയറിയതൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനിത് പറയണത്. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഇതൊക്കെ പറയണത്. അങ്ങനെ ഇതാ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മെയിൻ റോഡിൻ്റെ അവിടെ എത്തും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഓൻ്റെ വണ്ടി വരാത്ത മുന്നേ ഞാൻ വിചാരിച്ചു വല്ല കാലി ഓട്ടോയും പോവുകയാണെങ്കിൽ അതിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോവണത്. അപ്പോഴാണ്
പകുതി വഴിയിൽ നിന്ന് ഓൻ്റെ വണ്ടിക്ക് കയറിയതൊക്കെ. അപ്പോൾ അതാ ഹോസ്പിറ്റലിലെത്തി. ഞങ്ങളെ നാട്ടിൽ തന്നെ കല്ലമ്പാറ ഷിഫ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടൊരു കുഞ്ഞ് വീഡിയോ എടുത്തതാട്ടോ. ഞാൻ ഡോക്ടറോട് പറയുകയും ചെയ്ത്, ഡോക്ടറെ മുഖം ഞാൻ കാണിക്കണില്ല കേട്ടോ, ഇങ്ങനെ എടുക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ച് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടറെ മുഖം വല്ലാതെയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ചില സമയത്ത് ഒരിത്തിരി കുടുങ്ങി പോകാമെന്നല്ലാണ്ട്. അപ്പം ചാനലുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ്. നല്ലപോലെ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശംസിച്ചിട്ടോ ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴും ഒന്ന് നടന്നിട്ട് തന്നെയാട്ടോ വരുന്നത്. പുഴയാണ് ഇത്, കല്ലമ്പാറ പുഴ എന്ന് പറയും കേട്ടോ. അപ്പോൾ പുഴേൻ്റെ മുകളിൽ കൂടി പാലമൊക്കെ ഉണ്ട്. അത് കൂടി നടന്ന് വന്ന് ഞങ്ങൾ മണ്ണൂർ വളവിലെത്തിയപ്പോൾ അമ്മയ്ക്കൊരു ചായ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഒരു ചായയും പഴംപൊരിയും വാങ്ങി കൊടുത്തിട്ടോ. രാവിലെ പനിയൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ നേരെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി ബാക്കി പണികളൊക്കെ തുടങ്ങണം കേട്ടോ. അപ്പോൾ ചോറിന് വെച്ച് പോയ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിന്. അപ്പോൾ ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു കോഴീനെ കണ്ടിട്ട് റോക്കിമോൻ ഭയങ്കര കുരയാണ് കൂട്ടിൽ. അതിൻ്റെ ഇടയിൽ ആ കോഴീനെയൊക്കെ ഒന്ന് ആട്ടി കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾക്കൊക്കെ നിന്നത് കേട്ടോ. കോഴീനെയും പൂച്ചേനെയും കണ്ടാൽ പിന്നെ ഒരു സ്വൈര്യം തരാത്ത കുരയാട്ടോ കുരയ്ക്കുക. അപ്പോൾ അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. അപ്പം കോഴീൻ്റെ അടുത്തേക്ക് പോയി ഒന്നും കൂടിയൊക്കെ ഓടിപ്പിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ വേഗം ഒന്ന് അരി ഇട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി ഉച്ചത്തേക്കും രാത്രിത്തേക്കും കൂടിയുള്ള ചോറും ഒപ്പരം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഒന്ന് അരിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ബാക്കി പണികളുണ്ട്. എന്നാലും നന്ദമോള് അടിച്ചു വാരലും പാത്രം കഴുകലും ദോശ ഉണ്ടാക്കലും ഒക്കെ കഴിച്ച് വെച്ചിന് കേട്ടോ. ഇനി എനിക്ക് ചോറും കറിയും വെക്കാനും മാത്രമേ ഉള്ളൂ. അപ്പം അതൊന്ന് വെച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോയതാണ്. പക്ഷേ ആൾ മീനൊക്കെ മുറിച്ച് വെച്ചിന് കേട്ടോ. ഞാൻ വരുമ്പോഴേക്കും അയലമീൻ ഇനി വെള്ളത്തിലിട്ട് വെച്ച് പോയത്. അപ്പോൾ ആൾ മീനൊക്കെ മുറിച്ച് വെച്ചിന്. ഇനി അമ്മ വേഗം കറി ഉണ്ടാക്കുക, നായ്ക്കുട്ടികൾക്കൊന്നും ചായ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അവിടെ നിന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവിടേക്ക് എന്തായാലും ഈ അരി ഇട്ട് കൊടുത്തിട്ട് ബാക്കി പണികൾ എടുക്കാമല്ലോ. അപ്പോൾ ഇതവിടെ കിടന്ന് വേവും ചെയ്തോളൂ, നമ്മളെ പണികളും നടന്നോളല്ലോ എന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ ഓള് മീനൊക്കെ മുറിച്ച് വെച്ചാൽ കണ്ടപ്പോൾ തന്നെ സന്തോഷമായിട്ടോ. അങ്ങനെ ഇടയ്ക്കൊരു മൂഡിന് എല്ലാ പണികളും ചെയ്യും. ഇടയ്ക്കൊരു ഇതാണ് കേട്ടോ. എന്നാലും എല്ലാ പണികളൊക്കെ ചെയ്തോളും ആൾ. അപ്പോൾ തീയൊക്കെ നല്ലോണം കത്തിച്ച് കൊടുത്തിട്ട് നല്ല വിറകൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി അത് അവിടെ കിടന്ന് ഉഷാറായിട്ടൊന്ന് കത്തി കിട്ടിയാൽ നമ്മൾ അത്യാവശ്യം പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതങ്ങോട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അതിൻ്റെ ഇടയിൽ മീനൊക്കെ മുറിച്ച് വെച്ചെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ഒന്ന് കലക്കി ഞാൻ അടുപ്പത്ത് വെച്ചിന് കേട്ടോ. മുളക് കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ചെറുതായിട്ടൊരു കുഞ്ഞ് മുളക് ഇട്ടതാണ്. ഓവർ എരിവൊന്നും ഇല്ലാണ്ടാണ് ഇവർക്ക് ഇഷ്ടം. അപ്പോൾ ഞാനൊരു കറിവേപ്പില കിട്ടണം. കറിവേപ്പിലേൻ്റെ ചെറിയൊരു മരം ഉണ്ട് കേട്ടോ മുറ്റത്ത്. ഒരു ജാമ്പക്ക മരവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ കുഞ്ഞ് ഒരു അല്ലി കറിവേപ്പിൻ്റെ ഇല പറിച്ചതാട്ടോ. അപ്പോൾ നന്ദമോളുണ്ട്. നന്ദമോളെ സ്നേഹിതികളുടെ അടുത്തേക്ക് താഴേക്ക് വർത്താനം പറയാൻ പോയതാട്ടോ. ഇപ്പോൾ വരാം അമ്മേന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഓളെ വിളിക്കുകയാണ്, വേഗം വാ ഇവർക്ക് ചായ കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇവിടെ എത്തി ഇത്രയും പണിയൊക്കെ ചെയ്തിട്ടോ അമ്മ എത്തിയിട്ടില്ല കേട്ടോ. അമ്മ താഴെ ഒരു വീട്ടിൽ കുറച്ച് മുരിങ്ങേൻ്റെ ഇല തരുമോയെന്ന് ചോദിച്ച് നിന്ന്. അപ്പോൾ അമ്മ ആ മുരിങ്ങേൻ്റെ ഇലയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്ന് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം, ഞാൻ കുറച്ച് മുരിങ്ങേൻ്റെ ഇല ചോദിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്നിന് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് മുരിങ്ങേൻ്റെ ഇലയൊക്കെ പറിച്ചു കൊടുത്തിന്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തുതന്നെയായാലും ഇന്നത്തെ ഉപ്പേരിക്ക് അത് സംഭവം റെഡി ആയിട്ടോ. അപ്പോൾ പാപ്പു അമ്മനെ കണ്ടിട്ട് കൂട്ടിൽ ഭയങ്കര കുരയാട്ടോ, ചാടിക്കളി കേട്ടോ. ആൾക്ക് ഇങ്ങോട്ട് കൊലായിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എവിടെയും പോയി വന്നാലുള്ള കുഴപ്പം കേട്ടോ. വാലാട്ടി വാല് കുഴഞ്ഞിന് ആൾക്ക്. അപ്പോൾ അമ്മ അതിൻ്റെ ഡോറ് തുറന്നപ്പോഴേ, കൂടിൻ്റെ ഡോറ് തുറന്നപ്പോൾ ആൾ ഓടി വന്നതാട്ടോ. അപ്പോൾ ഇനി അമ്മനായിട്ടുള്ള പുന്നാര കേട്ടോ. അപ്പോൾ അമ്മ ഒരു വടി എടുത്തതാട്ടോ. എന്നാലൊന്ന് അടങ്ങിയിരിക്കും. വടി കണ്ടാൽ പേടി കേട്ടോ. അപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അമ്മ വടി ഒടിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ വടി ഒടിക്കട്ടെ, ഞാൻ വടി ഒടിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വടി അവിടെ ഇട്ടിട്ടോ, ഓൾക്ക് പേടിയാണ് വടി. അപ്പോൾ അമ്മ വടി അവിടെ ഇട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അമ്മനോട് പുന്നാരം കൊഞ്ചാട്ടോ. അമ്മൻ്റെ അടുത്ത് വടി ഇല്ല എന്ന് അവൾക്ക് മനസ്സിലായി. അമ്മ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ കളിയൊക്കെ കളിക്കുന്നത്. ഭയങ്കര പുന്നാര വെച്ചാൽ ഭയങ്കര പുന്നാര. അപ്പോൾ അമ്മനായിട്ടുള്ള കൊഞ്ചലൊക്കെയാണിത്. അമ്മ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്. അമ്മയ്ക്ക് പൊന്തില്ല എന്ന് പറയാണ് കേട്ടോ അമ്മ. ചേച്ചിയൊക്കെ എടുക്കണ പോലെ എനിക്ക് തന്നെ എടുക്കാൻ കഴിയില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഒന്ന് തൊട്ട് തലോടിയാൽ മതി, ഭയങ്കര സന്തോഷമാണ്. പുന്നാരം കൊഞ്ചാണിത്. അമ്മനെ കയറാനേ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഒരു കളിയാണ് ഇതിൻ്റെ അടുത്ത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും സ്നേഹം എന്ന് വെച്ചാൽ അത്രയും സ്നേഹമാണ് കേട്ടോ. അപ്പോൾ ആ സ്നേഹത്തിന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ ഓല ആ സ്നേഹപ്രകടനമൊക്കെ വീഡിയോ എടുത്ത് വന്നതിന് ശേഷം വേഗം കറിയൊക്കെ തിളച്ച് റെഡി ആയിരുന്നു. അപ്പോൾ കുറച്ച് ആ കറിവേപ്പിൻ്റെ ഇല ഒന്ന് ഇട്ട് കൊടുക്കാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല
ഇട്ടെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചെടുക്കണം. കുഞ്ഞു അയില മീനാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ തേങ്ങ അരച്ചാലൊന്നും വലിയ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു ചെറുതായിട്ട് മുളകിട്ടതാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. തോനെയൊന്നും ഒഴിക്കില്ല, ഒരു തുള്ളി വെളിച്ചെണ്ണ. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വേഗം കറിയൊക്കെ ഇറക്കി വെച്ച് ഫാനൊക്കെ ഇട്ട് ചൂടാറ്റിയതിൻ്റെ ശേഷം ദോശയൊക്കെ മുറിച്ചിടുകയാണ് കേട്ടോ. 10 മണിയാവാനായി. നല്ല വിശപ്പുണ്ടാവും രണ്ടാൾക്കും, കൂട്ടിൽ കിടക്കല്ലേ പാവം. അങ്ങനെ മറ്റേ ആൾ പിന്നെ കൊലായിലുണ്ടല്ലോ, ഒരാൾ കൂട്ടിലുണ്ട്, റോക്കി മോന്. അപ്പോൾ റോക്കി മോനാണ് നേരത്തെ ചായ കിട്ടേണ്ട നേരത്തെ കിട്ടണം ആൾക്ക്. അപ്പോൾ ഇന്ന് ഓനും എന്തായാലും നേരം വൈകി. അപ്പോൾ ഞാൻ വേഗം ഓൽക്കുള്ളത് സെറ്റാക്കാം കേട്ടോ, എന്നിട്ട് വേണം ഞങ്ങൾക്കും ചായ കുടിക്കാനായിട്ട്. അപ്പം ഓൽക്ക് കുറച്ച് മീൻ കറി ഒഴിച്ചിട്ടൊന്ന് കുഴച്ചിട്ട് 2 മീൻ പൊളിച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലൊക്കെ തിന്നുള്ളൂ. അല്ലാതെ മീനും കൂട്ടി കുഴച്ച് കൊടുത്താൽ തിന്നൂല കേട്ടോ. മീൻ പൊളിച്ചിട്ട് ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കണം, എന്നാലൊക്കെ തിന്നുള്ളൂ. അങ്ങനെയൊക്കെ ഓരോ ശീലങ്ങളാണ് കേട്ടോ അവിടെ. മീൻ കറി മാത്രം ഉണ്ടാകുമ്പോൾ മകൾ സമാധാനിക്കുമല്ലോ, മീൻ കറി മാത്രം ഉണ്ടല്ലോ അത് കൂട്ടി കൊടുക്കാമെന്നൊന്നും വിചാരിച്ചാൽ നടക്കൂല കേട്ടോ. മീൻ മുകളിൽ കണ്ടാൽ മാത്രമേ ഇവർ രണ്ടാളും തിന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും മീൻ കരുതൂട്ടോ അവിടെ. ചില ദിവസങ്ങളിൽ മാത്രമേ ഇല്ലാണ്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതാ കൊലായിൽ വന്നതാട്ടെ, ഞാൻ ഓളെ പാത്രം എടുത്തിട്ട് ഓളെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഓളെ പാത്രമൊക്കെ മോനെ അവിടെ കഴുകി വെച്ചതുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മ ഇവിടെ മുരിങ്ങേൻ്റെ ഇല വന്ന സ്പോട്ടിൽ തന്നെ നുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നുള്ളിയാലേ ഉച്ചയാകുമ്പോഴേക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഓർക്ക് വേണ്ടതൊക്കെ ഒന്ന് താഴെ വെച്ച് കൊടുത്ത് പോലെ വയറ് ആദ്യം ഒന്ന് നിറയ്ക്കട്ടെ, എന്നതിൻ്റെ ശേഷം വേണം പോയിട്ട് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ രണ്ടാൾക്കുള്ളത് 2 പാത്രത്തിലാക്കി കൊടുക്കണ്ടേ. അപ്പം ഒരാൾക്ക് താഴെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് കണ്ടാൽ അപ്പോൾ ഓടി വന്ന് തിന്നോളും. ചില സമയത്ത് ചിലപ്പോൾ തിന്നൂല, കൂട്ടിൽ വെച്ച് കൊടുക്കണം എന്നാലേ തിന്നുള്ളൂ. അങ്ങനെയൊക്കെ ഓരോ കളിയുണ്ട്, കൂട്ടിൽ വെച്ച് കൊടുത്താൽ തിന്നുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നല്ലോണം വിശന്നിന്, അതുകൊണ്ട് തന്നെ ഞാൻ താഴെ വെച്ച് കൊടുത്തപ്പം തന്നെ ഓടി വന്ന് തിന്നുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആ ദോശ മുഴുവനും തിന്നണേന്നൊക്കെ പറഞ്ഞതാട്ടോ. തിന്നോ എന്താണെന്നൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് ഞാൻ, പക്ഷെ ആൾ മുഴുവനും തിന്നിട്ടോ. 2 ദോശ ഞാൻ മുറിച്ചിട്ട് കൊടുത്തിന്. അരിദോശയാണ് ഇഷ്ടം, ഉഴുന്ന് ദോശ തിന്നൂല. ഉഴുന്നിൻ്റെ ഇഡ്ഡലി, നൂൽപുട്ട് അങ്ങനെയൊന്നും തിന്നൂല. ഈ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ദോശയും ചപ്പാത്തിയും ഭയങ്കര ഇഷ്ടം. നമ്മൾ പച്ചരി അരച്ച് കലക്കി പാരണ ദോശയും പിന്നെ ഇതും ചപ്പാത്തിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെയും പാത്രത്തിലേക്ക് തന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെയും മോള് കുറച്ച് കൊണ്ടുപോയി ഇട്ടൊക്കെ കൊടുത്ത് അങ്ങനെ പോലെ 2 ആളെ വയറ് നിറഞ്ഞ് റോക്കി മോനും കൊണ്ടുപോയി കൊടുത്ത്. പിന്നെ കുറച്ച് പാത്രം ഉണ്ട് ഇനി കഴുകാനായിട്ട്. ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ പാത്രമൊക്കെ ഒന്നാണ്ട് കഴുകി വേഗം എടുക്കട്ടെ എന്ന് വിചാരിച്ച്. കുറച്ച് പാത്രങ്ങളാകുമ്പോൾ തന്നെ കഴുകി വെച്ചാൽ പിന്നെ വല്ലാതൊരു പണി കിട്ടൂലല്ലോ എന്ന്. ചില ദിവസം വിചാരിക്കും ഒന്നായിട്ട് ഒപ്പരം കഴുകാമെന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ പല ഐറ്റംസ് സ്വഭാവങ്ങളും ഉണ്ട്. വേഗം പണി തീർക്കണം എന്ന് വിചാരിക്കുന്ന ദിവസം വേഗം അങ്ങോട്ട് തീർക്കും. ചില ദിവസം ഒരു ഉഴപ്പല്ലേ, നമുക്കൊരു ചില ദിവസം ഒരു ക്ഷീണം, ഒരു കുഴക്കമൊക്കെ അല്ലേ. അപ്പം വിചാരിക്കും കുറച്ച് ഇരിക്കട്ടെ എന്നിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമല്ലോ അല്ലേ. ഞാൻ മാത്രമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ചോറ് അതിൻ്റെ ഇടയിൽ വെന്തോന്നൊന്ന് നോക്കുന്നുണ്ട്. ഇത്തിരിയും കൂടി വേവാനുണ്ട് കേട്ടോ, ഒരു സംശയം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചതാണ്. ചോറ് ഇനി വേവ് കുറയാതിരിക്കണ്ടല്ലോ, അതിൽ ഫുള്ളായിട്ട് വേവട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം പണികൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചോറും കൂടി വെന്തിട്ടോ. ഇനി വേഗം ചോറും ഊറ്റി വെച്ചാൽ ഉപ്പേരിയും കൂടി ഉണ്ടാക്കേണ്ട പണിയേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞെന്ന് തന്നെ പറയാം. അതിൻ്റെ ഇടയിൽ നന്ദുമോള് തിരുമ്പാനുള്ളതൊക്കെ മിഷീനിലൊക്കെ എടുത്തിട്ട് സഹായിച്ച് തന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും കുറച്ചല്ലേ ഉള്ളൂ, ഈ പോയിട്ട് മിഷീനിൽ എടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ടോ. ഓൾക്ക് ഏതായാലും ട്യൂഷന് പോവുക ഉച്ചയ്ക്കാണ്. അപ്പോൾ അവളെ കൊണ്ട് കഴിയുന്ന പണിയൊക്കെ ഓൾ എടുത്ത് തരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതും കൂടി കഴിച്ചാളെ വേഗം, നല്ല കുട്ടിയായിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടോ ആൾ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റിയിടുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ, കുളിക്കാനുള്ള വെള്ളം കേട്ടോ. പച്ചവെള്ളത്തോണ്ട് കുളിച്ചാൽ എനിക്ക് ഭയങ്കര അലർജിയാണ് കേട്ടോ. പച്ചവെള്ളം മേല് തൊടിയിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ചൊറിച്ചിൽ പോലെയാണ്. അപ്പം ഞാൻ ഒരു നേരി ചൂടാക്കിയെടുക്കും വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് വിടാനായിട്ട് ഒന്ന് നേരി ചൂടാക്കിയെടുക്കും. എന്നിട്ട് അത് വേറെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യട്ടോ. അത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും വിചാരിക്കും പ്രായമായ ആൾക്കാരെ പോലെ എന്താ ഇങ്ങനെ വെള്ളം ചൂടാക്കി കുളിക്കണമെന്ന്. അതുകൊണ്ടല്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വെള്ളം ചൂടാക്കി കുളിക്കുന്നത്. ഞാൻ ഡോക്ടറെ കാട്ടിയപ്പോൾ ഡോക്ടറും പറയുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട്. അതുപോലെ പല ഐറ്റംസ് സോപ്പുകളും ഇപ്പം നമുക്ക് വിപണിയിൽ കിട്ടുമല്ലോ മേല് തേച്ച് കുളിക്കാനായിട്ട്. അങ്ങനെയൊന്നും എനിക്ക് പറ്റൂല കേട്ടോ, ഒരു സോപ്പും പറ്റില്ല. ഒന്നില്ലെങ്കിൽ മെഡിമിക്സ് അല്ലെങ്കിൽ ചന്ദ്രിക, അങ്ങനെയുള്ള 2 ഐറ്റംസ് സോപ്പ് മാത്രമേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഡോക്ടർ എഴുതി തന്നത് തന്നെയാണ്.
അങ്ങനെയുള്ള സോപ്പ് ഉപയോഗിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചൊറിച്ചിലൊന്നുമില്ല. അല്ലെങ്കിൽ മേലാകെ ഒരു പുഴു അരിച്ച പോലെ ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഊറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു കേട്ടോ. കുറച്ച് നേരം കൊലായിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ചോറ് ഊറ്റി കഴിഞ്ഞിട്ടില്ല, അവിടെ ഉണ്ട്. ഞാനതിങ്ങനെ കൊട്ടക്കൈയിലാക്കി വെച്ചിട്ട് പോന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ മെഡിമിക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഡോക്ടർ പറയണത് മെഡിമിക്സിലൊന്നും വല്ലാതെ കാരം കൂട്ടൂല എന്നാട്ടോ പറയണത്. മറ്റുള്ള സോപ്പുകളിലൊക്കെ ഓവർ കാരം കൂട്ടിയിട്ടാണ് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യത എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ 2-3 ഡോക്ടറെ കാണിച്ചതാണ് കേട്ടോ ഞാനിത്. ഇപ്പം പിന്നെ കാണിക്കലില്ല. ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് ഇങ്ങനെ കുളിക്കും. മെഡിമിക്സോ അല്ലെങ്കിൽ ചന്ദ്രയോ വാങ്ങിയിട്ട് ഇങ്ങനെ കുളിക്കും കേട്ടോ. തുടങ്ങിയിട്ട് 19 വർഷത്തോളമായി ഇങ്ങനെ ചൂടുവെള്ളത്തിലും എന്താ പറയുക മെഡിമിക്സിലും ഒക്കെ കുളിക്കൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷം ആയി ഇപ്പോൾ. അപ്പോൾ അതിങ്ങനെ പിന്തുടർന്നുകൊണ്ടേ പോവുകയാണ്. അല്ലാതെ എനിക്ക് ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാത്തതാട്ടോ. അപ്പോൾ ഞാൻ ആ ശീലങ്ങളിൽ കൂടിയാണ് ഇപ്പം ജീവിച്ച് പോണത്. അപ്പോൾ അത് എൻ്റേത് മാത്രമായ കുറച്ചൊരു ഇതാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ അമ്മ മുരിങ്ങേൻ്റെ ഇലയൊക്കെ പിച്ചി തന്ന് ഞാനത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തേങ്ങ ഇടാത്ത ഉപ്പേരിയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. തേങ്ങയും കൂടി ഇടുമ്പോഴേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊന്നും ഇടാതെ 2 പച്ചമുളകൊക്കെ മുറിച്ചിട്ടിട്ട് എരുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പം തിന്നാൻ വലിയൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ. എന്നാലും ഇതിലേക്ക് തേങ്ങയൊക്കെ ഇട്ടാൽ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അമ്മനോട് പറയും ചെയ്തു, ഇന്ന് തേങ്ങയൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ എന്തായാലും ഉള്ളത് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാണ്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിന് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ അത് ആവിയിൽ കിടന്ന് അങ്ങനെ വെന്തോളല്ലോ അല്ലേ. അപ്പം മുരിങ്ങേൻ്റെ ഇല ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇത് തിന്നാൻ തന്നെ എനിക്ക് ആദ്യമേ ഇഷ്ടമാട്ടെ ഈ മുരിങ്ങേൻ്റെ ഇല. മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല, അനീഷേട്ടനും വലിയ താല്പര്യമില്ല. ഞാനും അമ്മയും നല്ലോണം തിന്നുട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം അത്. അപ്പോൾ അനീഷേട്ടൻ്റെ വീട്ടിൽ പോയാലും കുറച്ചുണ്ട്, എന്നാലും വല്ലാണ്ടൊന്നും ഇല ഇല്ലാത്തതുകൊണ്ട് ഞാനത് അന്ന് പോയപ്പം പറിച്ചില്ല കേട്ടോ. കുറച്ച് ഇലകളേ ഉള്ളൂ. അത് പിന്നെ ഒരാവശ്യത്തിന് അവിടെ തന്നെ എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും പറിക്കാതെ പോകുന്നത് കേട്ടോ. ഇത് പിന്നെ ഇന്നിപ്പം വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഇത്താത്തൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി വരുമ്പോൾ വാങ്ങിയതാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കൊടുത്തതാണ് കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ അത് നല്ല ഇളയ ഇലയാണ്, മൂത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇലയ ഇലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടേ ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട് എന്തുമ്പോളെ പണികളും കഴിഞ്ഞ് ഓൾക്ക് ഇനി ട്യൂഷനൊക്കെ പോകാനുള്ള സമയം ഏകദേശം ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് വെച്ച ചെമ്പൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഞാൻ അധികം ചോറ് വെച്ച ചെമ്പ് കഴുകുമ്പം പുറത്തുനിന്ന് കഴുകുമ്പോൾ അത് നല്ലൊരു സുഖമാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് അധികം കഴുകൽ. ഉള്ളിൽ ചോറ് വെച്ച ചെമ്പ് കഴുകൽ കുറവാണ് കേട്ടോ. അങ്ങനെ ഞാൻ കഴുകലില്ല. എനിക്കിങ്ങനെ പുറത്തുകൊണ്ട് വെച്ച് കഴുകുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം. അപ്പോൾ ആ ഡ്രമ്മിലൊക്കെ വെള്ളം നിറച്ച് വെച്ചതാട്ടോ. ഇവിടെ 5-6 ദിവസമൊക്കെ വെള്ളം വരാതെ നിൽക്കും. ജപ്പാൻ്റെ പദ്ധതി ഉണ്ടല്ലോ ശുദ്ധജലത്തിൻ്റെ, അത് വെള്ളം വരാതെ നിൽക്കും 5-6 ദിവസം. അപ്പോൾ വെള്ളം ശേഖരിച്ച് വെക്കുന്നതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഈ പാത്രം കഴുകി കഴിഞ്ഞ് വന്നതിന് ശേഷം അത് അടുക്കളയിൽ 2-3 പാത്രം കൂടി ഉണ്ട്. ആ ചോറ് ഊറ്റിയ കൊട്ടക്കൈലുണ്ട്. ഇവിടേക്ക് ഇതിന് കൊട്ടക്കൈൽ എന്നൊക്കെ കേട്ടോ പറയുക ഞങ്ങളെ നാട്ടിലേക്ക്. അപ്പോൾ അത് ഒന്ന് കഴുകി എടുത്ത് വെക്കണം. പിന്നെ മുറം ഉണ്ട്, മുറം ഒന്ന് കഴുകി എടുത്ത് വെക്കണം. കുറേ ദിവസമായി മുറം ഒന്ന് കഴുകണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ അരി എടുത്ത് ചേറിയെടുക്കണതൊക്കെ അല്ലേ. അപ്പോൾ അരിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ മുറമൊക്കെ ഒന്ന് കഴുകിയെടുക്കും കേട്ടോ. പിന്നെ ഉപ്പേരിക്കായാലും എന്തായാലും മുറം വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുക. പുറത്തേക്കൊന്നും കൊഴിയുണ്ടാന്ന് വിചാരിച്ചിട്ട് അധികം അങ്ങനെയാട്ടോ ചെയ്യൽ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കുകയാണ്. അങ്ങനെ കുറച്ച് ചില്ലറ പണികൾ അടുക്കളയിലും ഉണ്ടേനി. അപ്പോൾ ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിനി അടുപ്പത്തൊക്കെ വെക്കണം. നല്ല കണലുണ്ടല്ലോ. അപ്പോൾ നല്ല കട്ടിയുള്ള വിറക് കത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ചൂടുള്ള കണലാണ് കേട്ടോ. എപ്പം നോക്കിയാലും അടുപ്പിൽ നല്ല കണലുണ്ടാവും. അതുകൊണ്ട് തന്നെ എത്ര വെള്ളം വെച്ച് കൊടുത്താലും ആ വെള്ളം നല്ല തിളച്ച് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്നൊരു കട്ടൻ ചായ വേണമെങ്കിലൊക്കെ ആ വെള്ളത്തിന് പച്ചവെള്ളം എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെമ്പിൽ നിന്ന് തന്നെ നല്ല ചൂടുവെള്ളം എടുത്ത് ഉപയോഗിക്കാനുള്ളത് എപ്പോഴും അടുപ്പത്ത് തന്നെ ഞാൻ വെക്കൂട്ടോ, കുടിക്കാനായാലും ഒക്കെ. അതുകൊണ്ട് ഇവിടെ പച്ചവെള്ളം കുടിക്കണ ആ ഒരു ശീലം ഇല്ലയെന്ന് പറയില്ല. അബിക്ക് എപ്പോഴും പച്ചവെള്ളം തന്നെ കുടിക്കണം. എന്നാലും ചൂടുവെള്ളം കുടിക്കേണ്ടവർക്ക് എപ്പോഴും ചൂടുവെള്ളം സ്റ്റോക്കായിട്ട് ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുടത്തിലെ വെള്ളമൊക്കെ ഒന്ന് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ കുടം കാലിയായിട്ട് 2-3 കുടം വെള്ളം കൂടി കൊണ്ടുവന്ന് വെക്കണം. അത് കിണറിൽ പോയിട്ട് മുക്കി കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ജപ്പാൻ്റെ വെള്ളം ഞങ്ങൾ അങ്ങനെ ചോറ് വെക്കാനൊന്നും ഉപയോഗിക്കലില്ല. കിണറിൽ നിന്ന് ഒരു 4-5 കുടം ദിവസം കൊണ്ടുവരും. ഒരു ദിവസം ഒരു 4-5 കുടം കൊണ്ടുവന്നില്ലും നിറച്ച് വെച്ചാൽ പിന്നെ പിറ്റേന്ന് 1-2 കുടം വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഞങ്ങൾ ചെയ്യൽ കേട്ടോ.
അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു തുടങ്ങിയെന്ന്. നന്ദുമോൾ അതാ ചോറൊക്കെ തിന്നാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. ചിലപ്പം ചോറ് വേണ്ട, എനിക്ക് പലഹാരം മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചോറ് നിർബന്ധമൊന്നുമില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമുണ്ട്. ചോറിനോടൊന്നും വലിയ താല്പര്യമില്ല, തിന്നണതിനോടേ താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരാളാണ് കേട്ടോ നന്ദുട്ടി. അവൾക്ക് അങ്ങനെ അങ്ങോട്ട് ഭക്ഷണത്തിനോട് വലിയൊരു താല്പര്യമില്ല. അപ്പം അങ്ങനെ എൻ്റെ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിങ്ങനെ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഗ്യാസുമേലൊക്കെ വെളിച്ചെണ്ണ കടുക് പൊട്ടിയപ്പം വെളിച്ചെണ്ണ അങ്ങനെ പാറി കിടക്കണ പോലെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉപ്പേരി അവിടെ ഒന്ന് നോർമലാക്കി വെച്ച് കൊടുത്തിന് ഗ്യാസ്. അപ്പോൾ ഉപ്പേരിയും കൂടി ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഇനി ഞാനൊന്ന് തിരുമ്പാനും കുളിക്കാനും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിട്ട ഡ്രസ്സുകൾ മാത്രം ഒന്ന് തിരുമ്പി കുളിക്കണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് കറ്റാർവാഴേൻ്റെത് എടുത്തിട്ട് അങ്ങനെ മുഖത്തൊക്കെ ഒരതി കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യും കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ലൊരു സുഖമാട്ടോ, മുഖത്ത് നല്ലൊരു വലിഞ്ഞ് മുറുകണ പോലെയൊക്കെ തോന്നും കേട്ടോ ഇത് തേച്ച് കൊടുത്താൽ. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. ഇതിങ്ങനെ ചെയ്യണത് നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിരുന്നു കേട്ടോ. അതൊക്കെ അറിഞ്ഞിട്ട് ചെയ്യണതാണ്, വിളിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. ഇതൊരു സന്തോഷമല്ലേ, അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ്. നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബായ്.